നമസ്കാരം. പി സി ജോർജിൻ്റെ ഇപ്പോഴത്തെ പ്രധാന ഇര AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ്. രണ്ടുപേരും ഫാഷിസ്റ്റ് പാർട്ടിയിലെ അംഗമാണെന്നുള്ള സവിശേഷതയും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പി സി ജോർജിൻ്റെ അനക്കമൊന്നുമില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു വിവാദ പരാമർശങ്ങളുമായി പതുങ്ങിയിരുന്ന് പി സി വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നത്. പി സി പറഞ്ഞത് ഇങ്ങനെയാണ്: AK ആന്റണിയുടെ മകനാണെന്നേ ഉള്ളൂ, അനിലിനെ പോലെ ആരുമായി ബന്ധമില്ലാത്തയാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കില്ലെന്നായിരുന്നു പി സി ജോർജ് പറഞ്ഞത്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJP നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പി സി ജോർജ് ഇപ്പോൾ തൊടുത്തുവിട്ടിരിക്കുന്നത്. അനിൽ ആന്റണിക്ക് പത്തനംതിട്ട ജില്ലയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ വോട്ട് കിട്ടുക എന്നത് തന്നെ നിഷ്ഫലമായ ഒരു കാര്യമാണല്ലോ. എൻ്റെ പി സി ജോർജ്, ഇനി അദ്ദേഹത്തിന് പകരം താങ്കൾ അവിടെ മത്സരിച്ചാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. പലരോടും വ്യക്തിപരമായി ഫോണിൽ വിളിച്ച് അഭ്യർത്ഥിച്ചാണ് ഇത്രയും വോട്ട് ഉണ്ടാക്കിയതെന്നാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകനാണെന്നേ ഉള്ളൂ, AK ആന്റണി മകനെ തള്ളിപ്പറഞ്ഞതും അനിൽ ആന്റണിക്ക് പേരുദോഷമായിട്ടുണ്ടെന്നും പത്തനംതിട്ടയിൽ മത്സരിച്ച് അനിൽ ഭാവി നശിപ്പിക്കരുതായിരുന്നുവെന്നുമാണ് പി സി ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ BJP ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും വർഗീയ വിഷം ചുരത്തുന്നതാണെങ്കിൽ എവിടെയും നിങ്ങൾക്ക് രക്ഷയില്ല. മറ്റൊരു കാര്യം പി സി ജോർജ് വ്യക്തമാക്കിയത്, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ടെന്നും നാടുമായി ബന്ധമുള്ളതോ നാട്ടിൽ അറിയപ്പെടുന്നതോ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്നതോ ആയവരെയാണ് സ്ഥാനാർത്ഥി ആക്കേണ്ടതെന്നും പി സി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടാകുകയുള്ളൂ എന്നും ഈ നിലയും വിലയും ഉള്ളവരോട് മാത്രമേ ജനങ്ങൾക്ക് ആഭിമുഖ്യം ഉണ്ടാകുകയുള്ളൂ എന്നും പി സി ജോർജ് പ്രസ്താവിച്ചു. CPM-നെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നിലയിൽ വോട്ടുള്ളതിനാൽ ആരെ നിർത്തിയാലും എവിടെ നിന്നും ജയിക്കാനാകും. BJPക്ക് നല്ല ഭാവി ഉണ്ടെന്നാണ് പി സി ജോർജിന്റെ വിശ്വാസം. ഇന്ത്യയുടെ രക്ഷ BJP-യിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP മരിച്ച വീട് പോലെ ആയെന്നുള്ള കാര്യം താൻ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇനി ഇന്ത്യ സഖ്യത്തിനെ മറികടന്നുകൊണ്ട് BJPക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി BJP-യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കില്ല.